ഫോട്ടോഷോപ്പിലെ ബ്രഷ് ടൂള് വളരെയധികം ഉപയോഗമുള്ള ഒരു ടൂളാണ്. ബ്രഷ് ടൂൾ ലഭിക്കുന്നതിന് ടൂൾ ബോക്സിൽ ദൈ കാണുന്നതാണ് ബ്രഷ് ടൂള്. കീബോർഡിൽ ബി എന്ന അക്ഷരം പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രഷ് ടൂൾ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ബ്രഷ് ടൂൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. ഇവിടെ അതിന്റെ പ്രോപ്പർട്ടി ബാർ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ബ്രഷ് ടൂൾ വർക്ക് ചെയ്യുന്നത്. ബ്രഷ് ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം ചിത്രത്തിൽ നമ്മൾ സാധാരണ ഒരു പേപ്പറിൽ പെന്ന് എന്നതുപോലെ ആവശ്യാനുസരണം നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ആവശ്യാനുസരണം വരച്ചെടുക്കാവുന്നതാണ്. ബ്രഷ് വർക്ക് ചെയ്യുമ്പോൾ വരുന്ന കളറ് നമ്മുടെ പാലറ്റില് കളറിന്റെ ടൂൾ ബോക്സിലെ കളർ പാലറ്റില് കളർ വെല്ലില് ഇവിടെ മുകളിൽ കാണുന്ന ഫോർഗ്രൗണ്ട് കളറാണ് സാധാരണഗതിയിൽ ബ്രഷിന്റെ കളറായിട്ട് സ്വീകരിക്കുന്നത്. കേട്ടോ, ചുവപ്പ് കളറാണ് വരുന്നത്. അടുത്ത കളർ മാറ്റണമെങ്കിൽ ഈ കളർ പാലറ്റിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ കളർ പിക്കറിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ സ്വീകരിക്കാവുന്നതാണ്. പിന്നീട് വരുന്നതെല്ലാം ആ കളറായിരിക്കും. എന്നാൽ ചിത്രത്തിൽ നിന്നാണ് ഒരു കളർ സ്വീകരിക്കേണ്ടതെങ്കിലോ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ എന്താ പറയാ ചിത്രത്തിലെ കളറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ചിത്രത്തിൽ നിന്നും നമുക്കൊരു കളർ സ്വീകരിക്കാവുന്നതാണ്. ഇനി ഇത് കൂടാതെ കീബോർഡിൽ ആൾട്ട് കീ അമർത്തി പിടിച്ചുകൊണ്ടും നമുക്ക് ചിത്രത്തിൽ നിന്നും കളർ സ്വീകരിക്കാം. ഇവിടെ ഞാനിവിടെ ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കളർ ബ്ലാക്ക് ആയി മാറിയിരിക്കുന്നത് ശ്രദ്ധിക്കാം. നമ്മളിവിടെ മുൻപ് പഠിച്ചതാണിത്, കളർ പിക്ക് ചെയ്യുന്നത്. ആൾട്ട് പിടിച്ചുകൊണ്ട് ചിത്രത്തിലെ ഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഇവിടെ കളറായിട്ട് മാറുന്നതാണ്. പിന്നീട് വരുന്ന ബ്രഷ് സ്ട്രോക്കുകൾക്ക് നമ്മൾ അവസാനമായി സെലക്ട് ചെയ്ത കളറായിരിക്കും വരുന്നത്. അതല്ലെങ്കിൽ ബ്രഷ് സ്ട്രോക്കിന്റെ കളർ എപ്പോഴും ഫോർഗ്രൗണ്ട് കളറാണ് ആയിട്ടാണ് വരുന്നത്. ഈ ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും തമ്മിൽ അന്യോന്യം ചേഞ്ച് ചെയ്യുന്നതിന്, ഇന്റർചേഞ്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യുന്നതിന് കീബോർഡിൽ എക്സ് എന്ന അക്ഷരം പ്രസ് ചെയ്യും. കണ്ടോ, എക്സ് ഞാൻ പ്രസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ഇതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കളർ വേണ്ടതെങ്കിൽ കീബോർഡിൽ ഡി എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. ബ്രഷിന്റെ വലുപ്പമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വലുപ്പം നമുക്ക് ആവശ്യാനുസരണം ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യാം. ഇതിനായിട്ട് റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിൽ എവിടെയെങ്കിലും റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന പോപ്പപ്പ് മെനുവിൽ നിന്നും നമുക്ക് മുകളിൽ കാണുന്ന ഈ കൺട്രോളിലൂടെ ഇതിന്റെ സൈസ് റീസൈസ് ചെയ്യാവുന്നതാണ്. വലുപ്പം കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമാണ്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും പിന്നീട് ബ്രഷ് വർക്ക് ചെയ്യുന്നത് എന്നർത്ഥം. ഇനി കീബോർഡിൽ ബ്രഷ് വലുപ്പം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും നിങ്ങളുടെ കീബോർഡിലെ എൻ്റർ കീയുടെ അടുത്ത് വരുന്ന സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറയുന്നതും ക്ലോസിംഗ് ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ബ്രഷിന്റെ വലുപ്പം കുറയുകയും എന്താ പറയാ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ ബ്രഷിന്റെ വലുപ്പം കൂട്ടിയും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. കണ്ടോ, കൂട്ടി വരുന്നത് ശ്രദ്ധിക്കാം. കണ്ടോ, ആവശ്യാനുസരണം വർക്ക് ചെയ്യാം. ഫോട്ടോഷോപ്പ് നമുക്ക് ധാരാളം തരത്തിലുള്ള ബ്രഷ് ഇഫക്റ്റുകൾ തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഷ് ഇഫക്റ്റ് വളരെ എഡ്ജ് സ്മൂത്ത് ചെയ്തിട്ടുള്ള ഒരു ബ്രഷ് ഇഫക്റ്റ് ആണ്. കണ്ടോ, അപ്പൊ അതിന്റെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ എഡ്ജ് വളരെ സ്മൂത്ത് ആയിട്ടാണ് വരുന്നത്. കണ്ടോ, എന്നാൽ സ്മൂത്ത് അല്ലാത്ത ബ്രഷുകളും നമുക്ക് തരുന്നുണ്ട്. ഇനി സ്മൂത്ത് അല്ലാത്ത ബ്രഷുകളെ സ്മൂത്ത് ആക്കിയിട്ടും എഡ്ജ് ഫെദർ ചെയ്തിട്ടും ഫെദർ ചെയ്യാതെയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ബ്രഷ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏറ്റവും കാണുന്ന ഈ ബ്രഷാണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹാർഡ് റൗണ്ട് ആണ്, ഇത് സോഫ്റ്റ് റൗണ്ട്, ഇത് ഹാർഡ് റൗണ്ട്. ഓരോ ബ്രഷിന്റെ ഐക്കണിലും മൗസ് പോയിന്റർ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ആ ബ്രഷിന്റെ പേരും അതുപോലെയുള്ള കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് വളരെ ഹാർഡാണ്. ഇതിന്റെ എഡ്ജ് വളരെ ഷാർപ്പായിട്ട് വരുന്നത് കാണാം. അപ്പോൾ സോഫ്റ്റ് ആയ ബ്രഷുകളും റൗണ്ട് ഹാർഡായിട്ടുള്ള ബ്രഷുകളും നമുക്ക് ഫോട്ടോഷോപ്പ് തരുന്നുണ്ട്. ഇനി ഇതിലുള്ള ഓരോ ബ്രഷുകളും വ്യത്യസ്ത തരത്തിലുള്ള ഇഫക്റ്റുകളാണ് നമുക്ക് തരുന്നത്. ഫോട്ടോഷോപ്പ് നമുക്ക് തരുന്ന ബ്രഷുകൾ അനവധിയാണ്. സാധാരണഗതിയിൽ ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഒരു പാനലാണ്. അതായത് അതിന്റെ ഡിഫോൾട്ട് പാനലാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. ഇതിലെ ഓരോ ബ്രഷുകളും നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിന്റെ വർക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം
അവയുടെ സൈസ് വ്യത്യാസപ്പെടുത്തിയിട്ടും വർക്ക് ചെയ്ത് നോക്കാം. എന്നാലാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഇഫക്റ്റുകൾ നമുക്ക് ലഭ്യമാകുള്ളൂ. ഇതൊരു സെറ്റ് ഓഫ് എന്താ പറയുക ബ്രഷുകളാണ്. ഇതിന്റെ താഴേക്ക് ഒരുപാട് ബ്രഷുകളുണ്ട്. ഓരോ ബ്രഷുകളും വിവിധ തരത്തിലുള്ള ഇഫക്റ്റുകൾ ഉൾക്കൊള്ളുന്നവയാണ്. ഉദാഹരണമായിട്ട് ഈ കാണുന്ന ഒരു ബ്രഷ്, ഈ ബ്രഷ് നമുക്ക് തരുന്നത് വളരെ ഇതായിട്ടുള്ള, കണ്ടോ, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ചില സംവിധാനങ്ങളാണ് നമുക്ക് തരുന്നത്. ഇങ്ങനെയാണ് കുറെ ഇഫക്റ്റുകളുള്ള ബ്രഷുകളാണ് ഓരോ. അതുകൊണ്ട് തന്നെ പഠിതാവ് വളരെയധികവും പ്രാക്ടീസ് ചെയ്ത് ഓരോ ബ്രഷും സെലക്ട് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ ഇത് കൂടാതെ ഒരുപാട് ബ്രഷുകൾ വേറെയുണ്ട്. ഇതിനായിട്ട് ഈ കാണുന്ന പാലറ്റിലെ ഇവിടെ ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ കാണുന്ന ഈ ലിസ്റ്റിൽ താഴെ കാണുന്നതെല്ലാം ബ്രഷുകളുടെ വിവിധ തരത്തിലുള്ള ബ്രഷുകളാണ്. അസോർട്ടഡ് ബ്രഷസ്, ബേസിക് ബ്രഷസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള ബ്രഷുകളുണ്ട്. കാലിഗ്രാഫി ബ്രഷസ്. ഒരു ബ്രഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മെസ്സേജ് ബോക്സ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ബ്രഷുകളും പോയി നമ്മൾ പുതുതായി സെലക്ട് ചെയ്ത ബ്രഷുകൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നതാണ്. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രഷ്, നമ്മൾ സ്വീകരിച്ച ബ്രഷ് ഐറ്റം പോകുന്നതാണ്. ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും കൂടാതെ നമ്മൾ പുതുതായി സെലക്ട് ചെയ്തിട്ടുള്ള ബ്രഷുകളും നിലനിൽക്കുന്ന അർത്ഥം. ഓക്കെ പ്രസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ബ്രഷുകളെല്ലാം പോയി പുതിയ ബ്രഷുകൾ വന്നു. ഇനി നമുക്ക് ഡിഫോൾട്ട് ബ്രഷുകളിലേക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ സെറ്റ് ഓഫ് ബ്രഷിലേക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീസെറ്റ് ബ്രഷസ് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ പഴയ ബ്രഷിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ട് സാധിക്കും. എല്ലാ ബ്രഷുകളും ഓരോന്നും സെലക്ട് ചെയ്തുകൊണ്ട് പരിശീലിക്കേണ്ടതാണ്. ഇനി അടുത്തതായി മറ്റ് ബ്രഷിന്റെ പാലറ്റ് ഉപയോഗിച്ചിട്ട് ഉള്ള സംഗതികൾ പഠിക്കാം. അതിനു മുൻപായിട്ട് ബ്രഷ് കൊണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഇവിടെ ബ്രഷ് കൊണ്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ്, ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഒരു സാധാരണ ബ്രഷ് സെലക്ട് ചെയ്തു, ഇവിടെ അത് ചെറുതാക്കി, അല്പം ചെറുതാക്കി. അതിനുശേഷം ബ്ലാക്ക് കളർ സ്വീകരിച്ചു. ഒരിടത്ത് ക്ലിക്ക് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതിന് ഒരിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് മറ്റൊരിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ബ്രഷ് ലഭിക്കുന്നതാണ്. നോക്കട്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാനായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് മറ്റൊരിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു ഇഫക്റ്റ് കൂടി ശ്രദ്ധിക്കാം. ഇവിടെ ബ്രഷ് പാലറ്റ് ലഭിക്കുന്നതിനായിട്ട് കീബോർഡിൽ F5 എന്ന കീ അമർത്തുക. ഇപ്പോൾ നമുക്ക് ബ്രഷ് പാലറ്റ് ലഭിക്കുന്നതാണ്. ഇതാണ് ബ്രഷ് പാലറ്റ്. ഇവിടെ കാണുന്നത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കാണുന്നതും ഏതാണ്ടെല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്രഷ് പാലറ്റ് കാണുന്ന ഈ സംഗതി ഇവിടെ കാണുന്നത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഈ പാലറ്റിൽ നിന്നും ഇതിന്റെ ഫ്രണ്ട് പാലറ്റിൽ നിന്നും, അതായത് ബ്രഷ് ടിപ്പ് ഷേപ്സ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്താൽ വരുന്ന പാലറ്റിന്റെ ഭാഗത്തു നിന്നും നമുക്കിവിടെ സ്പേസിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് താഴെ. അത് ചെക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന സ്ലൈഡറുകളെ നമുക്കിങ്ങനെ ആക്കി കൊടുക്കുക. കണ്ടോ? അപ്പൊ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡോട്ടഡ് ആയിട്ടുള്ള ഇഫക്റ്റ് ലഭിക്കുന്നതാണ്. ലൈനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പാഠങ്ങളിൽ പലപ്പോഴായിട്ട് സാമ്പിളുകളിലും നമുക്ക് ഇതിന്റെ ഉപയോഗം നമുക്ക് പഠിക്കാവുന്നതാണ്. അതായത് ഇങ്ങനെ സ്പേസിംഗ് സ്വീകരിച്ചതിന് ശേഷം ഒരിടത്ത് ക്ലിക്ക് ചെയ്തു, നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഡോട്ടഡ് ആയിട്ട് വരും. അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഷിഫ്റ്റ് കീ പിടിച്ചിട്ട് മറ്റൊരിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഇഫക്റ്റുകൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇത് ബ്രഷ് വലുതാക്കിയും ചെറുതാക്കിയും അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ബ്രഷുകൾ സ്വീകരിച്ചുകൊണ്ടും നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരുപാട് തരത്തിലുള്ള ഇഫക്റ്റുകൾ സ്വീകരിക്കാവുന്നതാണ്.